JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. നമുക്കറിയാം, സോളാറിനെ സംബന്ധിച്ച് ഇതൊരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 2026 വർഷത്തിന്റെ ഏകദേശം പകുതി ഭാഗത്തോട് നിൽക്കുന്ന കുറെ അധികം പുതിയ റൂളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ KSEBിയുടെ സൈഡിൽ നിന്നാണെങ്കിലും അതുപോലെ MNRയുടെ സൈഡിൽ നിന്ന്, സെൻട്രൽ ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെയാണ് വരുന്നുണ്ട്. നമുക്കറിയാം, പുതിയൊരു റെഗുലേഷൻ ഇപ്പോൾ വരാനായിട്ട് ഉണ്ട്. അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ. അപ്പൊ അത് പ്രാബല്യത്തിൽ വരാനായിട്ട് നിൽക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, 3 കിലോവാട്ട് മുതൽ മുകളിലോട്ടുള്ള എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ടും 3 ഫേസ് കണക്ഷൻ എടുക്കണം. അതുപോലെ തന്നെ വെക്കുന്ന ഇൻവെർട്ടറുകൾ, ഇത് ഓൺ ഗ്രിഡ് സിസ്റ്റത്തെ പറ്റിയാണ് കൂടുതൽ നമ്മൾ പറയുന്നത്. കാരണം ഓൺ ഗ്രിഡ് ആണല്ലോ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അതായതുകൊണ്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തെ പറ്റി തന്നെ ആദ്യം പറയാം. അപ്പൊ അതിൽ ഒരു 3 കിലോവാട്ട് മുതൽ മുകളിലേക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ നിർബന്ധമായിട്ടും 3 ഫേസ് കണക്ഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 5 കിലോവാട്ട് ചെയ്യുന്ന ആള് ഒരു സിംഗിൾ ഫേസ് ഇൻവെർട്ടർ വെച്ചിട്ട്, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അതായത് നമ്മുടെ എക്സ്പോർട്ട് നടക്കുന്ന ഒരു ഫേസ് കൂടി ആയിരിക്കുമെന്ന് മാത്രമായിരുന്നു അവിടെയുള്ള പ്രത്യേകത. നേരെ മറിച്ച് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് 3 കിലോവാട്ടിൽ മുകളിൽ ചെയ്യുന്ന ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് നിർബന്ധമായിട്ടും അവർ 3 ഫേസ് ഇൻവെർട്ടർ എടുക്കേണ്ടതായിട്ട് വരും. 3 ഫേസ് ഇൻവെർട്ടർ എടുക്കുമ്പോൾ എപ്പോഴും എക്സ്പോർട്ട് ബാലൻസ്ഡ് ആയിട്ട് നടക്കും. പക്ഷേ കസ്റ്റമറെ സംബന്ധിച്ച് കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു 30,000 മുതൽ 50,000 രൂപ വരെയൊക്കെ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. ഇനി വീടിനടുത്തോടെ ഒന്നും പോസ്റ്റ് ഒക്കെ പോകുന്നില്ല. വീണ്ടും പോസ്റ്റുകളൊക്കെ ഇട്ട് അല്ലെങ്കിൽ ലൈനുകളൊക്കെ വലിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോസ്റ്റ്. വീട്ടിൽ 3 ഫേസ് വയറിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും കോസ്റ്റ് കൂടും. ആളുകൾ കൂടുതലും AC ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ നമുക്കറിയാം, AC എന്ന് പറയുന്ന ഒരു ലക്ഷറി അല്ല, അതൊരു മിനിമം റിക്വയർമെന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനൊക്കെ ഭാഗമായിട്ട്, ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ചൂട് ക്രമാതീതമായിട്ട് ഇനി വരും വർഷങ്ങളും കൂടാൻ തന്നെയാണ് സാധ്യത. LPG കിട്ടാൻ ബുദ്ധിമുട്ട് വന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ഇൻഡക്ഷൻ കുക്കിങ്ങിലോട്ട് പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കറണ്ട് ബില്ല് കൂടുന്ന സാഹചര്യം വന്നു. അപ്പൊ അവരും സോളാർ വെക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടു. കൂടാതെ നമുക്കറിയാം, ഇലക്ട്രിക് കാറുകൾ, EV കാറുകൾ അല്ലെങ്കിൽ EV സ്കൂട്ടറുകൾ, ഓട്ടോറിക്ഷകൾ എന്നൊക്കെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഈ സോളാറാണ് അവരുടെ മുന്നിലുള്ള ആകെ പ്രതീക്ഷ. കാരണം ഒരു EV കാർ വാങ്ങിക്കുന്ന ആൾ ഒരു 5,000-6,000 രൂപ ബില്ല് വീട്ടിൽ വരുന്നോണ്ടിരിക്കുന്ന ആൾ EV കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ബില്ല് അവരുടെ യൂസേജ് പോലെ അത് കുത്തനെ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് മുന്നിലോട്ടൊക്കെ ബില്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരാദ്യം അടുത്ത ചിന്തിക്കുന്നത് ഒരു സോളാർ വെച്ചേക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് എന്തായാലും ഈ വർഷം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സോളാർ ഇൻസ്റ്റലേഷൻ നടന്ന ഒരു വർഷമാണ്. അത് ഓൾറെഡി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് KSEBിയുടെ ഒക്കെ ഡേറ്റകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. വലിയൊരു ബൂമിങ് നടന്നിട്ടുണ്ട് നമ്മുടെ സോളാർ ഇൻസ്റ്റലേഷൻ മേഖലയിൽ. അപ്പൊ ഇതൊക്കെ നമ്മുടെ നിലവിലുള്ള കൺവെൻഷണൽ സിസ്റ്റത്തിന് താങ്ങാൻ പറ്റുന്ന ഒന്നാണെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ട്രാൻസ്ഫോമറിന്റെ ഫീസിബിലിറ്റി കപ്പാസിറ്റി കഴിഞ്ഞുപോയി. ഇതിനെപ്പറ്റി അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നമുക്ക് ഓരോ വീട്ടിലേക്കും സപ്ലൈ തരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വഴിയാണ്. ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 100 kV ആണെന്ന് വിചാരിക്കുക. അപ്പൊ 100 kVയുടെ 90% വരെയൊക്കെയാണ് സാധാരണഗതിയിൽ KSEB സോളാറിന് ഫീസിബിലിറ്റി തരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറിന്റെ അണ്ടറിൽ ഒരു 100-120 കണക്ഷൻ അവർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു 10-20 വീട്ടുകാർക്ക് മാത്രമേ സോളാർ വെക്കാനുള്ള ഫീസിബിലിറ്റി നിലവിൽ ട്രാൻസ്ഫോമർ ഉള്ളൂ. അതിന്റെ സാങ്കേതിക വശമാണ്. അപ്പൊ അതിന് മുകളിലൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ബാലൻസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ പകൽ സമയത്ത് ഗ്രിഡിൽ ക്രമാതീതമായിട്ട് വോൾട്ടേജ് കൂടാൻ സാധ്യതയുണ്ട്. പവർ ക്വാളിറ്റി ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇപ്പോഴും നിലവിലുള്ള പവർ സിസ്റ്റം ഫുള്ള് റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നും നമുക്കറിയാം, പ്രാക്ടിക്കലി പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. കൂടുതൽ ട്രാൻസ്ഫോമർ അനുവദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റികളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ പല ട്രാൻസ്ഫോമറുകളുടെയും ഫീസിബിലിറ്റി ഓൾറെഡി തീർന്നു കഴിഞ്ഞു. അത് 2024 മുതലൊക്കെ തീർന്നു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഭാവിയിലോട്ട് ഇനി അവിടെയൊക്കെയുള്ള ആൾക്കാർക്ക് ഓഫ് ഗ്രിഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി തന്നെ ആശ്രയിച്ച് പോകേണ്ടി വരും. അപ്പൊ ഇതില് മുൻപ് ചെയ്ത കൺസ്യൂമർക്ക് തീരെ പ്രോബ്ലം ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടെക്നിക്കലി പറയുമ്പോൾ അവർക്കും പ്രോബ്ലം ഉണ്ട്. കാരണം നമ്മൾ ഒരു 5 വർഷം മുന്നേ സോളാർ ചെയ്തു. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമറിൽ ചിലപ്പോൾ നമ്മളായിരിക്കും ആദ്യമായിട്ട് സോളാർ ചെയ്ത ആള്. പക്ഷെ അതിനുശേഷം മറ്റു ആൾക്കാർ സോളാർ കൂടുതൽ ചെയ്ത് നമ്മുടെ ട്രാൻസ്ഫോമർ ഓവർലോഡ് ആയി. അപ്പൊ അതിന്റെ ഇഷ്യൂ നമുക്കും വരും. കാരണം പല സമയത്ത് വോൾട്ടേജ് ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോൾ പല സ്ഥലങ്ങളിൽ ആൾക്കാർ വിളിച്ച് പറയാറുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് 2-3 വർഷം വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വിളിക്കുന്നത്. പകൽ സമയത്ത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തീരെ കുറവാണ്, പകൽ സമയത്ത് ഇൻവെർട്ടർ ഫോൾട്ട് കാണിച്ച് ഓഫായി കിടക്കുകയാണ്. അപ്പൊ അതാണ് പറഞ്ഞു വന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഞാൻ മുൻപ് കുറെ കാലം മുന്നേ ഇൻസ്റ്റാൾ ചെയ്താണ്, എനിക്ക് പ്രോബ്ലം ഇല്ലെന്ന് വിചാരിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം ഈ നമ്മുടെ സെയിം ട്രാൻസ്ഫോമർ അണ്ടറിൽ പുതിയ സോളാർ പ്ലാന്റുകൾ ക്രമാതീതമായിട്ട് കൂടി കഴിയുന്നതും നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഒന്നിനോട് ബന്ധിപ്പിച്ച് കിടക്കുന്ന ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ വെച്ചവരെയും ഇനി വെക്കാൻ പോകുന്നവരെയും അപ്പൊ ഇതിനകത്ത് ഇൻസ്റ്റലേഷൻ മേഖലയിലുള്ളവരെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഗ്രിഡ് ടൈ സിസ്റ്റം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സാധാരണ കൺസ്യൂമർക്ക് തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റാളറെ സമീപിക്കാൻ മുൻപ് തന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഫീസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ആവശ്യമില്ലാതെ നമ്മൾ ഇതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ മറ്റ് നൂലാമലകളിലേക്ക് പോയി പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മുടെ KSEBിയുടെ സെൽഫ് സർവീസ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ KSEB
ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി ചെക്ക് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫസ്റ്റ് വരുന്ന ടാബിൽ കയറി കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനായിട്ട് കാണും. ആ ഡിസ്ട്രിക്റ്റിന്റെ അണ്ടർ തന്നെ നമ്മുടെ ഏത് KSEB സെക്ഷൻ ആണെന്ന് സെലക്ട് ചെയ്യാൻ കാണും. ആ KSEB സെക്ഷനിൽ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ കാണും. അപ്പൊ ഏത് ട്രാൻസ്ഫോമറിലാണ് നമ്മുടെ കണക്ഷൻ കിട്ടിയിരിക്കുന്നത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല് നോക്കിയാൽ മതി. അപ്പൊ അതായിരിക്കും നമ്മുടെ ട്രാൻസ്ഫോമർ. ചിലപ്പോൾ അത് ആ സ്ഥലപ്പേര് കൂട്ടിയായിരിക്കും ആ ട്രാൻസ്ഫോമർ പേര് അറിയപ്പെടുന്നത്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോമറിന്റെ നിലവിൽ ഇത്ര ഫീസിബിലിറ്റി ഫ്രീ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ, ആ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി എത്രയുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് അറിയാൻ സാധിക്കും. ഇത് കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതായതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഓൾറെഡി ഫീസിബിലിറ്റി കഴിഞ്ഞാണെങ്കിൽ ഈ ഫീസിബിലിറ്റി ഇല്ലെന്നാണ് കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അതിലേക്ക് പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പല സംശയങ്ങളും പലർക്കും വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ചില മാസങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏപ്രിൽ മാസം എല്ലാവർക്കും കറണ്ട് ബില്ല് കൂടുതലായിരുന്നു ഉള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കറണ്ട് ബില്ല് കൂടുന്ന ഒരുപാട് പേര് ആൾക്കാർ വിളിച്ചു ചോദിച്ചു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാർച്ച് 31 KSEB നമ്മുടെ ബാങ്ക് യൂണിറ്റ്സ് ക്ലോസ് ചെയ്യുവാണ്, അതുകൊണ്ട് സെറ്റിൽ ചെയ്യുവാണ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ജനുവരി മാസം എക്സ്ട്രാ ഉണ്ടാക്കിയ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഫെബ്രുവരിയിലും മാർച്ചിലും ഉപയോഗിക്കാം. നേരെ മറിച്ച് അവിടുന്ന് പിന്നെയുള്ള ബാക്കിയുള്ളത് അവിടെ കൊണ്ട് സെറ്റിൽ ആവുകയാണ്. ഏപ്രിൽ മുതൽ നമ്പർ 1 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് തുടങ്ങുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർച്ചിൽ നിങ്ങളുടെ ബാങ്ക് യൂണിറ്റിൽ കിടക്കുന്ന യൂണിറ്റുകൾ ഏപ്രിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് കൂടുതലുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വൈദ്യുതി ഉപയോഗം വളരെ കൂടുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ പ്രൊഡക്ഷന്റെ മാക്സിമം നമ്മൾ ഉപയോഗിച്ച് തീർക്കും. ചിലപ്പോൾ പ്രൊഡക്ഷനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ അഡീഷണൽ ബില്ല് വരും. നമ്മുടെ നിലവിൽ മുൻപ് നമ്മൾ ഡിസംബറിലോ നവംബറിലോ ഒക്കെ ഉത്പാദിപ്പിച്ച് കിടക്കുന്ന എക്സ്ട്രാ വരുന്ന യൂണിറ്റ്സ് നിങ്ങളുടെ ബാങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലെ യൂണിറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും അത് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് സോളാർ പാനലുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹെട്രോ ജംഗ്ഷൻ ഒക്കെ വരുന്നു. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പൊ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ നിയമം അല്ല, നമുക്ക് നോൺ DCR പാനലുകൾ ഏകദേശം ജൂൺ മാസം മുതൽ നോൺ DCR DCR എന്തൊക്കെയാണ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. DCR എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്ന് പറയും. അതായത് നമ്മുടെ 80% മുകളിൽ ഒരു സോളാർ പാനൽ ഉത്പാദിപ്പിക്കുന്നതിന്റെ 80% മുകളിലുള്ള പ്രൊഡക്റ്റുകളും ഇന്ത്യയിൽ തന്നെ ലോക്കലൈസ് ചെയ്ത് നിർമ്മിച്ച് ഉപയോഗിക്കുന്നതായിരിക്കണം. അതാണ് DCR പാനൽ. ആ പാനൽ ഉപയോഗിച്ചാൽ നമുക്ക് സബ്സിഡിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നോൺ DCR പാനലുകളാണെങ്കിൽ നമുക്ക് സെല്ലുകൾ മിക്കപ്പോഴും ഇമ്പോർട്ട് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ അത് ഈ നമ്മുടെ നോർത്തേൺ യൂണിയനിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടഡ് സെൽസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടും. അപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ബ്രാൻഡുകളും തന്നെ ഈ DCR നോൺ DCR ഇറക്കുന്നുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോൺ DCR പാനലുകൾക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സെല്ലുകൾക്ക് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് വരുന്നതുകൊണ്ടും അവിടെ പ്രൊഡക്ഷന്റെ റേറ്റ് വളരെ കൂടുതലായതുകൊണ്ടും ഒരു പ്രൂവൻ മാർക്കറ്റ് ആയതുകൊണ്ടും ഒക്കെ ടെക്നോളജി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്ന പാനലുകളുടെ ഒരു 4 ഇരട്ടി തന്നെ ഒരു ചെറിയ കമ്പനി തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വ്യാപകമായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റേറ്റ് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഈ DCR പാനൽ, ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന പാനലിനെക്കാളും റേറ്റ് കുറവാണ് നോൺ DCR പാനലുകൾക്ക്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ 5 കിലോവാട്ടിന് മുകളിലോട്ടുള്ള പ്ലാന്റുകളിൽ നോൺ DCR പാനലുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ പുതിയ റൂൾ അനുസരിച്ച് നമുക്ക് ഒരു നെറ്റ് മീറ്ററിംഗ് പ്രൊജക്ടുകൾ അതുപോലെ തന്നെ പബ്ലിക് ആയിട്ട് വരുന്ന പ്രൊജക്ടുകളിലൊന്നും ഈ നോൺ DCR പാനൽസ്, അതായത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വില കുറഞ്ഞ പാനലുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പൂർണ്ണമായിട്ടും ഇന്ത്യൻ പാനലുകൾ തന്നെ ഉപയോഗിക്കണം. അപ്പൊ അത് ആരെ ബാധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 കിലോവാട്ടിന് മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 10 കിലോവാട്ട് പ്ലാന്റൊക്കെ 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ നല്ല ക്വാളിറ്റിയിലൊക്കെ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കാൻ പറ്റുമായിരുന്നു. അത് ഇനി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഒരു 6 ലക്ഷം രൂപ റേഞ്ചിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ 15, 20, 30 കിലോവാട്ട് വലിയ വലിയ പ്ലാന്റുകൾ ചെയ്യുന്നിടത്തെല്ലാം ഈ DCR പാനൽ തന്നെ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഒരു പാനൽ ഇപ്പൊ നമ്മൾ ഒരു 40 പാനൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 ലക്ഷം രൂപ വരെയൊക്കെ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട് ഈ DCR പാനൽ തന്നെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഭാവിയിലേക്ക് എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഇപ്പൊ പുതിയ റൂൾ അനുസരിച്ച് ഇനി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ DCR പാനലുകൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളിലും പിന്നെ ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്കുകളിലും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ നോൺ DCR സെൽസ് അല്ലെങ്കിൽ നോൺ DCR പാനൽസ് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ നോൺ DCR പാനലുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ഓർഡർ വരുന്ന സ്ഥിതിക്ക് ഇത് പർച്ചേസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇത് സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർമാര് അല്ലെങ്കിൽ ഇതിന്റെ ചാനൽ പാർട്ണർമാര്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ നോൺ DCR പാനൽ എടുക്കുന്നതിന് അളവ് കുറയും. അപ്പൊ അത് മാർക്കറ്റിന്റെ അവൈലബിലിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രൈസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓഫ് ഗ്രിഡ് പ്രൊജക്ടുകളിലും ഒരു പരിധി വരെ ഈ സാധനം കിട്ടാനില്ലാതെ വരുന്നതിന്റെ പേരിൽ നിയമം ഇല്ലെങ്കിലും നമ്മൾ DCR പാനൽ അല്ലെങ്കിൽ സബ്സിഡി ഉപയോഗിക്കുന്ന പാനലിലേക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതും സാധാരണ 1-2 പാനൽ വെച്ച് ചെയ്യുന്ന ആൾക്കാരുടെയും കോസ്റ്റ് കൂടാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അപ്പൊ ഇത്തരത്തില് ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് നമ്മുടെ സിസ്റ്റങ്ങൾ നിൽക്കുന്നത്. MNRയുടെ പോർട്ടലിലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അടുത്ത 2027 മാർച്ച് 31 ഇപ്പോഴത്തെ സബ്സിഡി പ്രൊജക്ട് അവസാനിക്കുന്നു. അപ്പൊ സബ്സിഡി പൂർണ്ണമായിട്ട് നിർത്തുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ നിലവിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സ്കീം അവസാനിക്കുന്നു. ഇനി മറ്റേതെങ്കിലും പുതിയൊരു പേരിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും സബ്സിഡി റേറ്റ്, ചിലപ്പോൾ സബ്സിഡി എമൗണ്ട് കൂടാം അല്ലെങ്കിൽ കുറയാം. ആ രീതിയിലൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇനി ചില സമയങ്ങളിലൊക്കെ ഈ സബ്സിഡി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
ഈ സെക്ടറിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പണ്ട് നമുക്കറിയാം നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കാലം കൊടുത്തു, പിന്നെ അത് ഒഴിവാക്കി. അപ്പോൾ അതിന്റെ ആ ഒരു പോപ്പുലാരിറ്റി കുറഞ്ഞ ആൾക്കാർ സ്വമേധയാ അതിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അതിന്റെ ഒരു റിലവൻസും പിന്നെ അതിന്റെ ഒരു ട്രെൻഡും മാറിയപ്പോ അതിന്റെ സബ്സിഡി ഒക്കെ ഒഴിവാക്കി. എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു സെക്ടറിലും നമുക്ക് ആ ഒരു സാധ്യതയുണ്ട്. സബ്സിഡി ചിലപ്പോൾ ഒഴിവാക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും പേരിൽ പുതിയ രീതി വരാം. അപ്പൊ അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിലവിൽ എന്തായാലും ഈ സ്കീം 2027-31 കൂടി അവസാനിക്കുകയാണ്. അപ്പൊ എന്നും പറഞ്ഞ് നമ്മൾ ഓടി കുറച്ച് ധൃതി വെച്ചിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സോളാർ പ്ലാന്റ് വെറുതെ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്കീമുകൾ എപ്പോഴും ഉണ്ട്. എന്തായാലും സോളാർ പാനൽ എന്ന് പറയുന്ന സാധനം നിരോധിക്കാനൊന്നും പോകുന്നില്ല. നമുക്കിപ്പോൾ സബ്സിഡി പോയാലും നോൺ സബ്സിഡി പോയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കീം പോയാലും നല്ലൊരു ഇൻസ്റ്റാളറെ കൊണ്ട് നല്ലൊരു ആഫ്റ്റർ സെയിൽ സർവീസ് കിട്ടുന്ന രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. അപ്പൊ അതോർത്ത് ആരും റഷ് ആവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിലേക്ക് ഓടി നമ്മൾ എത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഫീസിബിലിറ്റി കഴിഞ്ഞ പോയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. അവിടെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്ത് നമ്മുടെ കറണ്ട് ബില്ലിലേക്ക് ഒന്ന് ലിമിറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതല്ലെങ്കിൽ നമ്മളൊരു ഹൈബ്രിഡ് സിസ്റ്റം ചെയ്ത് വെക്കുക. വെച്ച ശേഷം ഇപ്പൊ തൽക്കാലം ഓഫ് ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നീട് വേണമെങ്കിൽ നമുക്കത് KSB ഫീസിബിലിറ്റി കിട്ടുമ്പോൾ അത് റിട്ടൈ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. സോളാർ പാനൽ ഉപയോഗിക്കണമെന്ന് അത്യാവശ്യം ഉള്ളവർക്ക് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ലിഥിയം ബാറ്ററി ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനകത്തൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ നൈറ്റ് ടൈമിലൊക്കെ 3-4 AC ഒക്കെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് നമ്മളൊരു ഓഫ് ഗ്രിഡ് സൊല്യൂഷൻ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ ആണ്. പക്ഷെ ഫിനാൻഷ്യലി ഒരിക്കലും നമുക്കത് ഒരു കസ്റ്റമറുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സൈഡിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായി മാറും. കാരണം നമുക്ക് ഒരു 3-4 AC ഒക്കെ ഒരു നൈറ്റ് ഫുള്ളൊക്കെ വർക്ക് ചെയ്യണം. ഏകദേശം ഒരു 15 മുതൽ 20 യൂണിറ്റ് വരെ കറണ്ട് വേണ്ടി വരും, അല്ല വൈദ്യുതി വേണ്ടി വരും. അപ്പൊ അത് നമുക്ക് ഒരു സ്റ്റോർ ചെയ്യാന്ന് പറയുന്നത് വലിയ ഹ്യൂജ് ഒരു ബാറ്ററി പാക്ക്. ഇപ്പൊ നമ്മൾ 5 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ബാറ്ററി പാക്കുകൾ പോപ്പുലർ ആണ്. നമ്മൾ ആ തരത്തിൽ 4-5 പാക്കൊക്കെ വെച്ച് വലിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. മുൻപ് നമ്മൾ വീഡിയോയോട് പറഞ്ഞിട്ടുള്ളത് 1 kV മുതൽ 5 kV വരെയുള്ള സിസ്റ്റങ്ങളാണ് നമ്മൾ വീടുകളിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിന് മുകളിലുള്ള സിസ്റ്റംസ് നമ്മുടെ കസ്റ്റമറിന്റെ ഒരു പ്രത്യേക താല്പര്യപ്രകാരം മാത്രമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാറുള്ളത്. നമ്മൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം അതിന്റെ കോസ്റ്റ്, പിന്നെ ചില സ്പെഷ്യൽ കേസുകളുണ്ട്. ഇപ്പൊ KSB സപ്ലൈ ഫ്രീക്വന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, പിന്നെ KSB സപ്ലൈ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ, ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് മാത്രം ആഗ്രഹമുള്ളവർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. വീടുകളിൽ എപ്പോഴും ഒരു 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ആണ്. ഓഫ് ഗ്രിഡ് ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററും പിന്നെ സർവീസ് കംപ്ലൈൻസ് വളരെ കുറവുള്ളതും അത്തരത്തിലുള്ള സിസ്റ്റംസ് തന്നെയാണ്. സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് സോളാർ മേഖലയിൽ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയും ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് ടീമാണ്. നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തികച്ചും ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബാക്സൈഡ് ആകാത്ത ഒരു കണ്ടന്റുകളാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കമ്പനിയും പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ നല്ല കാര്യങ്ങൾ പറയും. അതിനെന്തെങ്കിലും റിവ്യൂസോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും വീഡിയോയിലൂടെ പറയാറുണ്ട്. ഇൻസ്റ്റലേഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ സർക്കിളുള്ള ഏരിയയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ബേസ് ചെയ്തിരിക്കുന്ന കോട്ടയം ജില്ലയിൽ പാല എന്ന് പറയുന്ന ഭാഗത്താണ്. നമ്മുടെ പ്രോപ്പർ പ്ലേസ് ചേർക്കുന്നതിലാണ്. ഇവിടെ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളിലൊക്കെ ഒരു അത്യാവശ്യം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്സസറീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇലക്ട്രിക്കൽ കൺസൾട്ടേഷൻ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാളേഷൻ നടത്തുന്നത് കൂടുതലും ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളും ഹൈബ്രിഡ് സിസ്റ്റങ്ങളുമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ ഓൺസൈറ്റ് വാറണ്ടി സപ്പോർട്ട് തരുന്ന കമ്പനികൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ സർവീസ് ടെക്നീഷ്യന്റെ സപ്പോർട്ട് കിട്ടുന്നതാണ്. നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എർത്തിങ്, ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ, സോളാർ ചാർജ് കൺട്രോളേഴ്സ്. നമ്മുടെ ഒരു വീഡിയോ ഒരു 6 വർഷം മുന്നേക്കുള്ള വീഡിയോകളിൽ പോലും നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു സാധനമാണ് സോളാർ ചാർജ് കൺട്രോളേഴ്സ്. ബേസിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശാപവർ എന്ന് പറയുന്ന ഒരു പ്രീമിയം ബ്രാൻഡിന്റെ പ്രൊഡക്റ്റുകളാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശാപവറിന്റെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സോളാർ പ്രൊഡക്റ്റുകൾ, അതിപ്പോൾ സോളാർ ചാർജ് കൺട്രോളേഴ്സ്, സോളാർ PCs 2.5 മുതൽ 5 kV വരെയുള്ള എല്ലാ റെഡി സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. മറ്റൊരു അഗൈൻസ്റ്റ് ഓർഡർ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ MPPT ചാർജ് കൺട്രോളേഴ്സ് 12 വോൾട്ട് മുതൽ 120 വോൾട്ട് വരെയുള്ള ഡിഫറെന്റ് മൾട്ടി വോൾട്ടേജ് റേഞ്ചസിലുള്ള MPPTs എല്ലാം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ ആവശ്യമുള്ളവർക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ, ഇനി ഇൻസ്റ്റലേഴ്സ് ആണെങ്കിൽ ഡീലർമാരാണെങ്കിൽ അവർക്ക് നമ്മൾ വളരെ റീസണബിൾ പ്രൈസിൽ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പല ബ്രാൻഡുകളുണ്ട്. നമുക്കറിയാം ലഗ്നോ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് ഇൻവേർട്ടറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ UTL എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ്, ലിഥിയം ബാറ്ററീസ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന UTL-ലാണ്. ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്. പിന്നെ വോൾട്ര എന്ന് പറയുന്ന പുതിയ ബ്രാൻഡുകൾ, ഒരുപാട് പുതിയ ബ്രാൻഡുകൾ ലിഥിയം ബാറ്ററിയിൽ വരുന്നുണ്ട്. നമുക്ക് പല ബ്രാൻഡുകൾ എടുക്കുമ്പോൾ ഇതിന്റെ ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ട് കാര്യങ്ങൾ നോക്കി വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒത്തിരി കമ്പനികൾ ഇതൊരു ട്രെൻഡിങ് മാർക്കറ്റ് ആയതുകൊണ്ട് ഇതിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററികളാണ് നമ്മൾ ആവറോൺ ബാറ്ററീസ് ചെയ്യുന്നുണ്ട്. മൈക്രോടെക് ഉണ്ട്. പിന്നെ സാധാരണ ഇൻവേർട്ടറുള്ള ബാറ്ററികൾ,
അതിപ്പോൾ നമുക്ക് മൈക്രോടെക്കിന്റെ ഒക്കെ ഒരു 875 മുതൽ ഉള്ള സിസ്റ്റംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിന്റെ ലിഥിയം ബാറ്ററീസ് ഉണ്ട്. ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഹൈബ്രിഡ് സിസ്റ്റംസ് വളരെ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സൽ എർത്തിങ്സിന്റെ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പ്രീമിയം ആയിട്ടുള്ള എർത്ത് ചേമ്പറുകൾ, അതുപോലെ ലൈറ്റ്നിങ് അറസ്റ്ററുകൾ. എക്സൽ എന്ന് പറയുമ്പോൾ ISI സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു എർത്തിങ് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ അതിന്റെയൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ACDBകൾ, DCDBകൾ, DC കേബിളുകൾ, അത്യാവശ്യം ഒരു സോളാർ ഇൻസ്റ്റലേഷൻ ആവശ്യമായിട്ടുള്ള ആക്സസറീസ്, ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ ടൂൾസ്, ഹാർഡ്വെയർസ്, അത് മൾട്ടി റേഞ്ചിലുള്ള എല്ലാ ടൂൾസും ഹാർഡ്വെയർസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സോളാർ ഇൻസ്റ്റാളേഷൻ ടീമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതിപ്പോൾ നമുക്ക് വെൽഡിങ്ങിന് ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ ടൂൾസ്, കേബിൾസ്, ടൈസ്, ഇതെല്ലാം നമ്മൾ കിറ്റായിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവറോൾ ഓൾ ഇൻ വൺ ഷോപ്പായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആവശ്യമുള്ളവർക്ക്, കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം. നമ്മുടെ എൻക്വയറി നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംശയങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിൽ ഒരു വോയിസ് അയച്ചു കഴിഞ്ഞാൽ സമയം പോലെ നമുക്ക് മറുപടി തരാം. അപ്പൊ സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു ആവശ്യത്തിനും ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. JK സോളാർ പവർ സിസ്റ്റംസ് എന്നത് കോട്ടയം ജില്ലയിൽ ചേർപ്പുങ്കൽ ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു 60 മുതൽ 80 കിലോമീറ്റർ സർക്കിളിലുള്ള വർക്കുകളാണ് കൂടുതൽ എടുത്ത് ചെയ്യുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ കോട്ടയം ജില്ല, അതുപോലെ തന്നെ എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, ഈ 5 ജില്ലകളാണ് നമ്മുടെ സർവീസ് ഏരിയ കവറേജിൽ വരുന്നത്. നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.